നമ്മള് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും കുറെ അധികം എന്താ പറയാ അമ്മമാരൊക്കെ കയറുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ നിരന്തരമായിട്ട് കരയുന്നുണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫീഡൊക്കെ ചെയ്യേണ്ടി വരും, മുലപ്പാലൊക്കെ കൊടുക്കേണ്ടി വരുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ ഇവരുമായിട്ട് ഈ അമ്മമാര് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇവർ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്, ഇവർക്ക് കാറിലോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമുള്ള പല വാഹനങ്ങളിലോ പോയിക്കൂടെയെന്ന്. പക്ഷെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരും സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും എന്താ പറയാ എല്ലാ തരത്തിലുള്ള സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യാന്ന് പറയുന്നത് സാധ്യമല്ല. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ കുഞ്ഞുങ്ങളായിട്ട് തന്നെ അവർക്ക് പോകാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? ഈ കുഞ്ഞുങ്ങൾ കരയുക എന്ന് പറയുമ്പോൾ അവരുടെ വായടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി അവർ ആ ഒരു യാത്രയിലൂടെ കരയുന്നുണ്ടെങ്കിൽ അവർ പാലിന് വേണ്ടിയായിരിക്കും കരയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കരയാന്ന് പറയുമ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ? ഒബ്വിയസ്ലി ആ സമയത്ത് അമ്മമാർ ഫീഡ് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരച്ചിൽ നിർത്താം അല്ലെ. കാരണം അവരൊരു കംഫേർട്ട് ആക്കുക എന്നുള്ളത് തന്നെയാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. പല ആളുകളും തുറിച്ചു നോക്കും കുഞ്ഞുങ്ങൾ കരയുമ്പോൾ. കുഞ്ഞുങ്ങൾ കരയാന്ന് പറയുമ്പോൾ ഒരിക്കലും അവരുടെ വായടച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിർത്താനൊന്നും പറ്റൂല. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സീറ്റിന്റെ സ്പേസ് മതി. ഈ ഫീഡിംഗ് സ്പേസ് ബസ്സുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ദൂരയാത്രാ ബസ്സുകൾ, എല്ലാ ബസ്സുകളിലും അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്ന ഒരു ബസ്സാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ഫീഡിംഗ് സ്പേസ് അവിടെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ പറയുന്ന മുലപ്പാൽ കൊടുക്കാനുള്ള ഒരു ഏരിയ എന്തുകൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു സീറ്റിന്റെ സ്പേസ് മതിയാവും, ഒരു കേർട്ടൻ ചെയ്താൽ മതിയാവും. അപ്പൊ തന്നെ അമ്മമാർ ഏറ്റവും കംഫേർട്ട് ആവും, കുട്ടികൾ ഏറ്റവും കംഫേർട്ട് ആവും. അപ്പൊ ഇങ്ങനെയുള്ള ആശയങ്ങൾ എന്തുകൊണ്ട് ആരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. പല ആളുകളും ഇതിൽ നല്ല ആശയങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്തുകൊണ്ട് നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതെന്റെ ചെറിയൊരു സൊല്യൂഷനാണ് അല്ലെങ്കിൽ ചെറിയൊരു സജഷനാണ്. ഇതുപോലെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇതിലും നല്ല സൊല്യൂഷൻസും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവാം. അപ്പോ അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം വെച്ചതുകൊണ്ട് പൊതുശ്രദ്ധ പിടിച്ചു പറ്റണമെന്നില്ല. അപ്പൊ ഈ ഒരു പേജിലൂടെ ഇത്തരത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു പേജിലൂടെ ജനങ്ങൾ അറിയേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മളൊരു കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നു എന്നതല്ല, അത് എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്നതിലാണ്. അപ്പൊ മാക്സിമം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാകാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാണെങ്കിൽ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കാം.